ഈ കല്യാണം കഴിക്കാൻ മാർഗവും പാങ്ങുമൊന്നുമില്ലാതെ തെക്ക് വടക്ക് കഴിയുന്നവരും അകാല വൈധവ്യം നേരിടുന്ന ഒരുപാട് മനുഷ്യരും ഈ സമൂഹത്തിലുണ്ട്. എല്ലാ ജാതിയിലും മതത്തിലുമുണ്ട്. എന്നാൽ അത്തരക്കാർക്ക് വേണ്ടിയൊന്നും അധികം ചെയ്യാനും ഉണ്ടാക്കാനും ഒന്നും ആരുമില്ല. മുഴുവൻ ആളുകളുടെയും അധ്വാനം മുഴുവൻ ഈ കുടുംബമായി എവിടെങ്കിലും കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ പുറത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ ശരിപ്പെടുത്തണം, അവരുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നു, അവരുടെ പൂക്കൾ വിടരുന്നു, പൂക്കളിൽ നിന്ന് പൂമ്പാറ്റ തേൻ കുടിക്കുന്നു, അത് പറന്നു പോകുന്നു, അവിടെ വിത്ത് മുളയ്ക്കുന്നു, ആ വിത്ത് കിളിക്കുന്നു. ഇതൊക്കെ അന്വേഷിക്കുന്നതിലാണ് ഒരുപാട് ആളുകൾ. എന്നാൽ ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് യാതൊരു മാർഗവുമില്ലാതെ നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരുടെ ഒന്നും കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഒരാളുമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും സെലിബ്രിറ്റികളോ ആരെങ്കിലും താത്താ ബ്ലോഗർമാരോ ഇനി അല്ലാത്തനത്തിൽപ്പെട്ട ബ്ലോഗർമാരോ ആരെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷപ്പെടുത്താൻ, അവൾക്കൊരു തൊഴിലിട്ട് കൊടുക്കാൻ, അവൾക്കൊരു വരുമാനം ഉണ്ടാകാൻ, അവൾക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ അവളെ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ, ദേ ഞങ്ങളുണ്ട് ഇങ്ങോട്ട് പോരെ എന്നുള്ളതല്ല. ഇത് മുഴുവൻ ഇതിനകത്താണ് നടക്കുന്നത്. ഏതായാലും നമ്മുടെ ഷുക്കൂറിന് പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കാജോൾ എന്ന് പറയുന്ന സിനിമാ നടിയാണ്. 2-3 ദിവസം കൊണ്ട് നടക്കുകയാണ്. ആ വാചകം എന്താണെന്ന് വെച്ചാൽ, വിവാഹത്തിനും എക്സ്പയറി ഡേറ്റ് വേണം, ശരിയായ വ്യക്തിയെയാണ് വിവാഹം കഴിച്ചതെന്ന് എന്താ ഉറപ്പ്? വിവാഹത്തിന് എക്സ്പയറി ഡേറ്റ് വേണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് ഒരു 7-8-10 കൊല്ലം കഴിയുമ്പം അതിനൊരു കാലാവധി വെക്കണം. അത് പറ്റുമെങ്കിൽ കല്യാണ കത്തിൽ തന്നെ വെക്കണം. എക്സ്പയർഡ് ഇൻ 2025 കല്യാണം കഴിക്കുന്നതെങ്കിൽ 2030. അന്ന് എക്സ്പയർഡ് ആയിട്ട് വീണ്ടും രണ്ടുപേരും രണ്ടിടത്തിരുന്ന് ആലോചിക്കണം. എന്നിട്ട് എന്തു വേണം? വീണ്ടും കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കണം. എന്നിട്ട് നമ്മുടെ ഷുക്കൂർ വക്കീൽ കെട്ടിയതുപോലെ വേണമെങ്കിൽ വളർന്ന മക്കളെയൊക്കെ സാക്ഷിയാക്കി ഒന്നുകൂടെ കെട്ടണം. എന്തെല്ലാം ആധുനിക ഉത്തരാധുനിക ആശയങ്ങളാണെന്നറിയാവോ കിടന്ന് കളിക്കുന്നത്, കിടന്ന് തിളയ്ക്കുന്നത്, കിടന്ന് മറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി ഈ പറയുന്ന സംഗതി വല്ലതും ആണോ? ഇതാണോ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വിവാഹ ബന്ധങ്ങൾ. മനുഷ്യൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കുന്ന ആദ്യത്തെ ഘട്ടം മുതൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് ചിന്തകൾ, ഒരുപാട് മനംമടിപ്പിക്കലുകൾ, ആവേശം, ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലുണ്ടാവും. ഈ കാരണങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ഇതിനെയൊക്കെ മറികടക്കുന്ന, ഇതിനെയൊക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിശ്വാസം, പിന്നെ അതിനപ്പുറത്തുള്ള പല ഘടകങ്ങൾ, ഇതെല്ലാം ഒത്തുചേരുന്നതാണ് ഒരു ജീവിതം. അതിന് എക്സ്പയറി ഡേറ്റ് വെക്കണം എന്ന് പറഞ്ഞാൽ, ഇത് കേട്ടതുമല്ല, ഞാനിത് പറയാൻ കാരണം ഒരു 100-ലധികം പേര് എനിക്കിത് അയച്ചു തരിക. എന്താ ഇതിൻ്റെ ഉദ്ദേശമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എക്സ്പയറി ഡേറ്റ് വെച്ച് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാമെങ്കിൽ ആളുകളെല്ലാം ഇങ്ങനെ വെന്ത് നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ വടിക്കേല സുബൈറിനാ കൂടുതൽ ഇഷ്ടം എന്നുള്ളതുകൊണ്ട്. അതറിയാൻ വടിക്കേല സുബൈറിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴല്ലേ അതിൻ്റെ വിവരം അറിയുന്നത്. ഇവിടെ ഉള്ളവർക്ക് തന്നെയാണോ അതോ വടിക്കേല സുബൈറിനാണോ എന്ന് അറിയണമെങ്കിൽ സുബൈറിൻ്റെ ഭാര്യയെ എടുത്ത് ചോദിക്കണം. സുബൈറിൻ്റെ ഭാര്യയെ അവിടുന്ന് വേറെ എവിടെയെങ്കിലും അതിൻ്റെ വടിക്കേല അസനാരിനെ ഇഷ്ടപ്പെട്ട് നിൽക്കുക. ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ചിന്തകളും ഭാവങ്ങളുമൊക്കെ മനുഷ്യൻ നിയന്ത്രണ വിധേയമാക്കുന്നതിനാണ് ഒരുപാട് ഘടകങ്ങൾ, നിയന്ത്രിക്കുന്ന ഘടകങ്ങളും പല വാല്യൂസും പല ധാർമ്മികതയും ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത്. അതിലൊക്കെ വ്യതിയാനം വരും, മനുഷ്യ സഹജമാണ് എന്ന് വിചാരിച്ച് ഇപ്പോൾ പാൻറ്റോ ഉടുപ്പോ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു മൂല അല്പം കീറി എന്നുള്ളതുകൊണ്ട് ഒന്നും ഇടാതെ നടക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു പോളിസി എത്ര പ്രായോഗികമാണ്? ഇതൊക്കെ പറയുന്നതാരാ? കാജോൾ. അവരെയൊക്കെ അങ്ങോട്ട് സമീപിച്ച് അവരുടെയൊക്കെ ജീവിതം എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് വിലയിരുത്തിയാലുള്ള സ്ഥിതി എന്താ? ഈ അടുത്ത സമയത്ത് ഹൈക്കോടതിയിലൊരു വിധി കേട്ടു. അതും കുടുംബബന്ധവുമായി ബന്ധപ്പെട്ട. 2ാം ഭാര്യയെ വിവാഹം കഴിക്കുമ്പോൾ ഈ സ്വാഭാവികമായി ആദ്യ ഭാര്യയുടെ ലീഗലായിട്ടുള്ള അനുവാദം വാങ്ങണം. ഇതാണ് അതിൻ്റെ തിയറി. സംഗതി ശരിയാണ്, നമ്മൾ പറയുമ്പോൾ ശരിയാണ്. പക്ഷേ അങ്ങനെ കേരളത്തിൽ, മലയാളത്തിൽ മനുഷ്യരായിട്ടുള്ളവർ സന്തോഷമായി വേറൊരു കാര്യം നിർവഹിക്കാൻ ആർക്കെങ്കിലും ഇന്നും ഒരു അനുവാദം കൊടുത്തൊരു ചരിത്രം കേട്ടിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചരിഞ്ഞിരിക്കുന്ന മരം മുറിച്ചു കൊടുക്കുന്നില്ല. വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഒരു വഴി മതലൽപ്പം നീട്ടി ഒരു വഴിയൊന്ന് വീതിക്ക് അവൻ്റെ വീട്ടിലോട്ടുകൂടെ വരാൻ വേണ്ടി വഴി കൊടുക്കാത്ത കാലത്താണ് അവരുടെ അനുവാദം വാങ്ങിച്ച് കെട്ടണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ പർപ്പസ് തന്നെ ഇല്ലാതാവും.
പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ രണ്ടാം കല്യാണം എന്ന് പറഞ്ഞ ആളുകളെ ദ്രോഹിക്കാനും നടന്ന് കിട്ടുന്നതിനൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. പക്ഷേ വേറൊരു കാര്യം എന്താ, അപ്പോഴും പുരോഗമനാത്മകം എന്ന് പറഞ്ഞിട്ട് വേറൊരു വാതിൽ അവിടെ തുറന്ന് കിടപ്പുണ്ട്. അത് ലിവിങ് ടുഗദറാണ്. ഇപ്പോൾ രണ്ടാമത് കല്യാണം നിയമപ്രകാരം കഴിക്കാൻ പോരായോ ഭാര്യയുടെ അനുവാദം? ആ അനുവാദം ഇല്ലാതെ ലിവിങ് ടുഗദർ എവിടെ വേണമെങ്കിലും നടത്താമല്ലോ. ആരുമായി വേണമെങ്കിലും നടത്താം. ആർക്ക് പിടിക്കാനൊക്കും? ഇപ്പോഴത്തെ കാലത്ത് സ്വയം നിയന്ത്രിതമായ ചിന്തകളല്ലാതെ, അല്ലെങ്കിൽ ആ വളയമല്ലാതെ വേറെ എന്ത് സംഗതികൾ കൊണ്ട് ആരെ പിടിക്കാനൊക്കുമെന്ന? ഒന്നും പിടിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, ഇത് വേറെ അടുത്ത് ഒരുത്തൻ പോയി വേറൊരു കല്യാണം കഴിച്ച് അതിൻ്റെ കേസും വഴക്കുമായിട്ട് പോയാൽ നമ്മൾ സാറിന് നാടൻ ഭാഷയിൽ പറയുന്ന പോലെ കിയാമനാൾ വരെ തീരുമോ? തീരത്തില്ല. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്ന് കല്യാണം കഴിക്കുമ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ സുപ്രീം കോടതി വരെ. അപ്പോൾ പിന്നെ എന്തോ ഇതിനകത്ത് ചെയ്യാനൊക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളായി പറയുന്നതെന്നല്ലാതെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനവൻ ഫോളോ ചെയ്യുന്ന ഒരു ഫ്രെയിമാണ്, അവനവൻ ഫോളോ ചെയ്യുന്ന ഒരു വിശ്വാസത്തിൻ്റെ മൂല്യവത്തായ ചിന്തയാണ്. അതിനപ്പുറത്ത് ഇത്തരം അഭ്യാസങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഏതായാലും എക്സ്പയറി ഡേറ്റ് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഒന്നാമതിപ്പോൾ കല്യാണം തന്നെ വേണ്ട, കല്യാണം കഴിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ച് നിൽക്കുന്ന ആളുകളുടെ കാലമാണ്. അതില്ലാതെ തന്നെ എല്ലാം നടക്കുമെന്ന്. അപ്പോഴാണ് ഇനി എക്സ്പയറി ഡേറ്റ് കൂടെ കൊണ്ടുവരുന്നത്. എന്താ കഥ! ഇനി അതുകൂടാതെ വാപ്പായ്ക്കും ഉമ്മായിക്കും, ഈ വാപ്പായും ഉമ്മായി അഥവാ അച്ഛനെയും അമ്മയും വേണമെന്ന് മക്കൾക്ക് തീരുമാനിക്കാൻ ഒരു എക്സ്പയറി ഡേറ്റ് വെക്കണം. എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സാകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. ഹിതപരിശോധന. ഈ തന്ത തന്നെ മതിയോടെ നിനക്ക്? അതല്ലെങ്കിൽ ഈ തള്ള തന്നെ മതിയോ? അതോ വേറൊരു തന്തയെ തിരഞ്ഞെടുക്കണോ? അല്ല ഒരു തള്ളയെ തിരഞ്ഞെടുക്കണോ? അതും കൂടി ആയാൽ ഗംഭീരമാകും, അടിപൊളി. ഇതിൻ്റെ ഇടയ്ക്കൊരു കവിയുടെ വാചകം കേട്ടു. എന്താണ്? ആണുങ്ങൾക്ക് ആർക്കും സ്നേഹിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ വേണം അങ്ങനെയൊക്കെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ സമൂഹം മൊത്തം അയ്യോ എന്നും പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിക്കുമല്ലേ. ഈ ആണുങ്ങൾക്ക് ആർക്കും സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലേ ഈ സമൂഹത്തിലൊരു 10, 80, 90% മനുഷ്യർ വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും കുടുംബമായിട്ട് കഴിയുന്നത്. ഇത് അവരുദ്ദേശിക്കുന്ന ആണുങ്ങൾ വേറെ, അവർ കാണുന്ന പെണ്ണുങ്ങൾ വേറെ, അവരുടെ മനോഗതി വേറെ. ആ മനോഗതിയോട് ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകൾ അങ്ങോട്ട് തുള്ളിക്കളിക്കും. ഇനി ആ സ്നേഹം കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് പെണ്ണുങ്ങളും തമ്മിലുള്ള സ്നേഹം അത് വളരെ മികച്ചതാണ്, അതുകൊണ്ട് അത് ഉജ്ജ്വലമാണ്, അത് ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ആണും പെണ്ണും തമ്മിൽ കെട്ടണ്ട, പെണ്ണും തമ്മിൽ കെട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചിന്തകളൊക്കെ അങ്ങോട്ട് കനത്തെ പൊങ്ങി വരുന്നതനുസരിച്ച് ഈ സമൂഹത്തിൻ്റെ ഒരു നിലവാരം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഒരു കൂട്ടുകാരി വേറൊരുത്തിയായിട്ട് ജീവിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ, 2 പെണ്ണുങ്ങൾ തമ്മിൽ ജീവിക്കാൻ വേണ്ടി പാലുകുടി മാറാത്ത ഒരു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചോ നിലത്തടിച്ചോ കണ്ടങ്ങ് കൊന്നു. അവകാശം, സ്വാതന്ത്ര്യം.